ഇന്ത്യൻ സിനിമയല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. അതിനുശേഷം കാത്തിരിപ്പിന് ശേഷം ഇറങ്ങുന്ന ഒരു ചിത്രം ഏറ്റവും കൂടുതൽ മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും പറയാറുണ്ട് മമ്മൂക്ക എല്ലാവരും ഒരുമിക്കുന്ന ഒരു ചിത്രം എന്ന് വരും, അതിനുള്ള റിസൾട്ടാണ് ഈ ഒന്നിന് വരാൻ പോകുന്നത്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഒരു സ്ക്രീനിൽ വീണ്ടും ഒരേപോലെ പ്രേക്ഷകർ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ? അത് നമ്മൾ ഈ പല ഭാഷകളിൽ നിന്നും മാസ സിനിമകളിലൂടെ വന്നിറങ്ങാറുണ്ട്, നമ്മളത് കൈയടിച്ച് സ്വീകരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു മാസ സിനിമ നമ്മളാരെങ്കിലും അഭിനയിച്ചാൽ നിങ്ങൾ അത്ര കൈയടിച്ച് സ്വീകരിക്കാനില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മറ്റേ പടത്തിൽ വന്നോട്ട് ടീം ടൂം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിടിച്ച അവസരം കെട്ടിപ്പിടിച്ച് മൂന്നാമതൊരാളെ ഇടിക്കുന്ന കഥയല്ല ഇത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അതിന് ഈ നിങ്ങൾ പറയുന്ന സ്റ്റാർഡം മറ്റ് കൊമേഴ്ഷ്യൽ വാല്യൂ ഒക്കെ ഉള്ളവർ തന്നെയാണ്. അത് നിങ്ങളുണ്ടാക്കി തന്നാണ്. പ്രേക്ഷകരാണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ വളർത്തിയെടുത്തു എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കാലം പോയിട്ട് നിങ്ങൾ വളർന്നത് കൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇതേതരം സിനിമകൾ പ്രേക്ഷകൻ കാണാൻ മാത്രം വളർന്നിരിക്കുക എന്നുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മളെടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നീ ആവരുത് ഞാനാവരുത് എന്നൊക്കെ പറഞ്ഞ് വരാം. അങ്ങനെയൊന്നും വരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞങ്ങളെ ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ്. മലയാള പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ, പരിചയമില്ലാത്ത കഥാപശ്ചാത്തലമാണ് ഈ സിനിമയിൽ. കാരണം നമ്മുടെ കുറച്ചുകൂടെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ കഥാപരിസരങ്ങൾ മാറുകയാണ്. നമ്മൾ എത്രത്തോളം വളരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇനി മലയാള സിനിമ 10-15 കൊല്ലം കൂടെ കഴിയണം. നമ്മൾ 15 കൊല്ലം മുമ്പിലാണ്, പുറകിലല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാൻ സാധിച്ചു. അതിന് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായി. മറ്റു ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒരു സിനിമയോട് സഹകരിച്ചു. ഇനിയുള്ള സഹകരണം പ്രേക്ഷകരുടെയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഈ സിനിമ കാണുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫിയാണ് ശരി, മേക്കിംഗ് ആയാലും ശരി. ഒരുപക്ഷെ നമ്മളിങ്ങനെ കണ്ട് ശീലിച്ചില്ലാത്ത നമ്മുടെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഈ സിനിമ. വളരെ കൂടുതൽ ആളുകൾ കാണുകയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ ഇത് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ടും ഒരു നാഴികക്കല്ലുമായി മാറും. ഈ സിനിമ മുതൽ ആകും ഇനി സിനിമകൾ. ഇതുപോലെയുള്ള വലിയ സിനിമകൾ മലയാളികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എടുക്കാനും സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം തരുന്ന പ്രേക്ഷകനാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ എടുക്കുന്നത്. നമ്മളിത് പാൻ ഇന്ത്യൻ സിനിമയല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മലയാളം കൂടുതൽ സംസാരിക്കുന്ന സിനിമയാണ്. നമ്മുടെ സായിപ്പന്മാരാരും മലയാളം പറയുന്ന സിനിമയല്ലേ, സായിപ്പന്മാരൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് പറയും. അതുകൊണ്ട് ഇവിടുത്തെ പ്രേക്ഷകന് വേണ്ടി എടുത്ത സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിന് വേണ്ടി നമുക്ക് മറ്റുള്ളവരെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു പാൻ ഇന്ത്യൻ, ഈ സിനിമ പാൻ ഇന്ത്യൻ ആയിട്ട് എടുത്തിട്ടില്ല. പാൻ ഇന്ത്യൻ ആക്കേണ്ടത് പ്രേക്ഷകർ. ഞങ്ങൾ രക്ഷപ്പെട്ടെ, ഇനിയെല്ലാം നിങ്ങളുടെ